പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഈ കൂടിവരവിനെ അനുഗ്രഹിക്കണം. നിന്നെ ആരാധിപ്പാനും നിന്റെ കൃപ അനുഭവിപ്പാനും ഞങ്ങളെ സഭയായി വിശ്വാസത്തിൽ ഒരുമിച്ച് കൂട്ടുവരുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആരാധനകളെയും അതിൻ്റെ അനുഭവങ്ങളെയും അതിൻ്റെ ആവശ്യകതയും കുറിച്ച് ചിന്തിപ്പാനും പഠിപ്പാനും ഞങ്ങൾക്ക് നീ ഈ സമയം ഒരുക്കി തന്നു. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ തിരുസന്നിധിയിൽ തരുന്നു. അത് കേൾക്കാനും അത് ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റാനും തയ്യാറായി നിന്റെ സന്നിധിയിലും ഒരുമിച്ച് ചേരുന്ന എല്ലാ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇത് ഞങ്ങളുടെ ആരാധനാ ക്രമത്തിനും ആരാധനാ ജീവിതത്തിനും കൂടുതൽ ശക്തി പകരുന്നതിനും അർത്ഥം പകരുന്നതിനും ഇടയാകണമേ. എല്ലാവരെയും ബലപ്പെടുത്തണമേ, സമാധാനത്തിൽ നടത്തണമേ, സന്തോഷത്തിൽ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴെന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം ആവശ്യമുള്ള കടക്കാരോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ രക്ഷിച്ചോളൂ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട PC ജോർജ് അച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ളവരെ, DSWA നമ്മുടെ ഭദ്രാസനത്തിന്റെ MMVSന്റെ നേതൃത്വത്തിൽ ബൈബിൾ സ്റ്റഡിയും അതോടൊപ്പം തന്നെ ഫെയ്ത്ത് സ്റ്റഡിയും നമ്മൾ ആഴ്ചകളിൽ മാറി മാറിയുള്ള ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ബൈബിൾ സ്റ്റഡി ആരംഭിച്ചു. അതിന് പ്രിയപ്പെട്ട ടോജോ അച്ഛനും ജെയ്ക്ക് അച്ഛനും ഇമ്മാനുവൽ അച്ഛനും അതിന് നേതൃത്വം നൽകി. ഇംഗ്ലീഷ് മലയാളം സെഷൻസ് നന്നായി അവർ കൈകാര്യം ചെയ്തു. അത് ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഇന്ന് നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡി ആരംഭിക്കുകയാണ്. ഫെയ്ത്ത് സ്റ്റഡി ഈ വർഷം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ വെക്കാതെ ഒരു വിഷയം അതിന്റെ പൂർണ്ണതയിൽ പഠിക്കുന്നതിന് വേണ്ടി 2 ക്ലാസ്സുകൾ വീതമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ വിഷയവും അല്പം അപഗ്രഥിച്ച് പഠിച്ചു പോകാനും മനസ്സിലാക്കാനും ഒക്കെയായി 2 ക്ലാസ്സുകൾ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട PC ജോർജ് അച്ഛൻ മലയാളത്തിന്റെ സെഷൻ കൈകാര്യം ചെയ്യും. നമ്മുടെ ആരാധനയുടെ ക്രമങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ അതിൻ്റെ യാമങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും അതിൻ്റെ വിശദീകരിച്ചുള്ള അനുഭവങ്ങൾ. നമ്മൾ നിസാരമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷേ അത്ര നിസാരമല്ല. കാരണം അറിയാതെ നമ്മൾ പലതും പ്രാർത്ഥിച്ചു പോകും. എന്താണ് യാമങ്ങളിലെ പ്രാർത്ഥന, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് അതിന് സാങ്കത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ചെറുതാണെന്ന് തോന്നാമെങ്കിലും വലിയ കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ആണ് നമ്മൾ ഇപ്രാവശ്യം അത് ക്രമീകരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ അത് പ്രയോജനത്തിന് കാരണമാകും എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട PC ജോർജ് അച്ഛനാണ് നമുക്ക് ഇന്ന് ക്ലാസ് നയിക്കുന്നത്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ വർഷങ്ങളായി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, അച്ഛൻ ദിവ്യബോധനത്തിന്റെ പ്രവർത്തനങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും എല്ലാം, ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അച്ഛൻ സജീവമായ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട അച്ഛനെ ഇതിനുവേണ്ടി ലഭിച്ചതിൽ അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അച്ഛൻ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമയം നമുക്ക് കളയാനില്ല. പ്രിയപ്പെട്ട അച്ഛനെ ഈ ഫെയ്ത്ത് സ്റ്റഡി ഇതിന്റെ ആദ്യ ക്ലാസ് എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട അച്ഛനെ ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാവർക്കും പ്രയോജനത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. Please mute all other phones or tablets or iPads which are using. Please, only the active speaker should be unmute. Please mute. Thank you. Thank you.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദനായ എബിയച്ചൻ, സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അശ്വിനി, പുതിയ ഭാരവാഹിത്വം വഹിച്ചതിൽ നിങ്ങൾക്ക് എല്ലാ ആശംസകളും ആദ്യമേ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് MMVSന്റെ ക്ലാസ്സുകളിലേക്ക് വീണ്ടും തിരികെ വരാനായിട്ട് ഇടയാകുന്നത്. ദിവ്യബോധനത്തിൻ്റെ ചുമതലയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് മറ്റ് വ്യക്തിപരമായ കുറച്ച് തിരക്കുകളും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും സാധിക്കാതെ ഇരുന്നത്. ആമുഖ വാക്കുകളൊന്നും തന്നെ പറയുന്നില്ല. ഏകദേശം 63ഓളം ആൾക്കാർ, നമ്മളെല്ലാവരും പരിചയമുള്ളതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഏകദേശം 15 വർഷത്തോളമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. അപ്പോൾ അതിന് പ്രത്യേക വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. MMVSന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കും ക്ലാസ്സുകൾക്കും പഠന പരമ്പരകൾക്കുമെല്ലാം എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് എനിക്ക് ലഭ്യമായിരിക്കുന്ന വിഷയം നമ്മുടെ യാമപ്രാർത്ഥനകളെ പറ്റി നമുക്ക് കുറച്ചൊന്ന് അപഗ്രഥിച്ചു പഠിക്കുന്നതിന് വേണ്ടിയാണ്. അവർലി പ്രേയേഴ്സ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം. അടുത്ത സ്ലൈഡിലേക്ക് പോകാമോ ഷിനി? നമ്മുടെ യാമപ്രാർത്ഥനകൾ പ്രത്യേകിച്ച് പഴയ നിയമം മുതൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പുതിയ നിയമത്തിലെ ആരാധനാ പാരമ്പര്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്നും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ കടം കൊണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ശിഷ്യന്മാർ അങ്ങനെ ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്നുകൊണ്ട്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ പഴയ നിയമത്തിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ ആരാധനാ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത്. പഴയ നിയമത്തിൽ തന്നെ നമ്മളത് കാണുന്നുണ്ട്. 87-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ഈവനിങ്, മോർണിംഗ് ആൻഡ് നൂൺ ഐ ക്രൈ ഔട്ട് ഇൻ ഡിസ്ട്രസ് ആൻഡ് ഹി ഹിയേഴ്സ് മൈ വോയിസ്. ഞാൻ കാലത്ത് ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പ്രഭാതത്തിലും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച കാര്യം അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള വാക്യം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദാനിയേൽ പ്രേഡ് 3 times a day even though he faced the threat of death. യെരുസലേമിനെ നോക്കി ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ. അതോടൊപ്പം തന്നെ 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇൻ ദ മോർണിംഗ് ലോർഡ് യു ഹിയർ മൈ വോയിസ്, ഇൻ ദ മോർണിംഗ് ഐ ലേ മൈ റിക്വസ്റ്റ്സ് ബിഫോർ യു ആൻഡ് വെയിറ്റ് എക്സ്പെക്റ്റൻ്റ്ലി. ഞാൻ രാവിലെ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നു, എൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലും നമ്മൾ കാണുന്നു. 2-3 വാക്യങ്ങളെ ഞാൻ എടുത്തുള്ളൂ, ധാരാളം വാക്യങ്ങളുണ്ട്. പക്ഷേ 2-3 വാക്യങ്ങൾ നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ചെറിയ ചെറിയ വാക്യങ്ങൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന പാരമ്പര്യത്തിൽ നിന്നാണ് പിന്നീട് പുതിയ നിയമസഭയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 17-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഞാനിപ്പം ഈ ഭാഗത്ത് എഴുതിയിട്ടില്ല, താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഞാൻ ഈ സ്ലൈഡ്സ് എല്ലാം നിങ്ങൾക്ക് തരാം, പക്ഷെ ഇപ്പോൾ ഒന്ന് എടുത്തൊന്ന് വായിക്കാം ആരെങ്കിലും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഫസ്റ്റ് തെസ്സലോനിയൻസ് ആണല്ലോ വായിച്ചല്ലേ? അതെ, 4:17. 4:17 വായിച്ചു. അൺസീസിങ് പ്രയർ എന്നുള്ളതാണ്. അതൊന്ന് വാക്യം ഒന്ന് നോക്കണം. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത് 5-ന്റെ അച്ചാത്. ക്ഷമിക്കണം, 5:17 വായിച്ചേ. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ക്ഷമിക്കണം, അപ്പൊ ഞാൻ ആ കുറിച്ചതിനകത്തെ മിസ്റ്റേക്ക്. 5-ാം അധ്യായം 17-ാം വാക്യം, അൺസീസിങ് പ്രയർ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ഇത് നമ്മുടെ യാമപ്രാർത്ഥനകളുടെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ്. ഇടപെടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്
അതിൽ നിന്നാണ് ഈ ജീസസ് പ്രയർ ഒക്കെ പ്രത്യേകമായിട്ടുണ്ടായത്. ലോർഡ് ഹാവ് മെഴ്സി അപ്പോൺ മി എ സിന്നർ, കുറിയലൈസൺ, കർത്താവെ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ ചെയ്യണം. ഇതെല്ലാം ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ് ഓർത്തഡോക്സിയിൽ. അപ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനാ ക്രമീകരണത്തിൽ നിന്നാണ് ഈ ഷീമാ നമസ്കാരം, ഷിഹിമോ എന്ന വാക്കിന്റെ അർത്ഥം, അത് വെറും സാധാരണ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ദ ഷീമ പ്രേയേഴ്സ് ആർ ദ ഡെയിലി കാനോനിക്കൽ പ്രേയേഴ്സ് ഓഫ് ദി ഓർത്തഡോക്സ് ചർച്ച് അക്കോർഡിംഗ് ടു ദി വെസ്റ്റ് സിറിയക് liturgical tradition. Shemo is the Syriac word for common or ordinary. It simply refers to the prayers that are done on ordinary days when there is not a feast of the church being celebrated. പ്രത്യേകിച്ച് പെരുന്നാളുകളോ മാറാനായ പെരുന്നാളുകളോ ഒന്നും ഇല്ലാത്ത ദിവസം സാധാരണ എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ടുള്ള ഇച്ചിരി ഇലാബറേറ്റഡ് പ്രേയേഴ്സിനായി ഷീമാ നമസ്കാരം, സാധാരണ നമസ്കാരം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൽ എല്ലാവർക്കും ആ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ എവിടെ മീറ്റിങ്ങുകൾ നടന്നാലും എല്ലാം ഷീമാ നമസ്കാരം ചൊല്ലും. വീടുകളിൽ പോലും പല വീടുകളിലും ഷീമാ നമസ്കാരം ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം, പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. It simply refers to the prayers that are done on ordinary days when there is not a feast of the church being celebrated. The Shemo, or the Book of Common Prayer of the Syriac Orthodox Church, contains the daily prayers of the church. The Syriac Orthodox liturgical tradition observes 7 offices of prayers for each of the 7 days of the week. According to the scriptures, the new day begins in the evening and is identified by its number. ഇവിടം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്ക്രിപ്ചർ അനുസരിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ യാമപ്രാർത്ഥനകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം സന്ധ്യാനമസ്കാരത്തോടു കൂടിയാണ് തുടങ്ങുന്നത്, അല്ല ലിറ്റർജിക്കൽ ഡേ. ഇന്ന് സന്ധ്യയ്ക്ക് നമ്മൾ സത്യത്തിൽ നടത്തുന്നത്, ഇന്ന് വ്യാഴാഴ്ച സന്ധ്യയാണ് സെക്കുലർ ഡേ, പക്ഷേ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഏതാ? വെള്ളിയാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥന, വെള്ളിയാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥന. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്ന സന്ധ്യാ നമസ്കാരത്തോടു കൂടിയാണ്. വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ദിസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ജെനസിസ് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 5. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, and there was evening and there was morning the first day. എങ്ങനെ വായിക്കുന്നതെന്ന് വായിച്ചേ സിനി? സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. പ്രത്യേകിച്ച് വായിക്കണം, നമുക്ക് കാണാതെ അറിയാം. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. രാവിലെ ആയി വൈകിട്ടായെന്നല്ല എഴുതിയേക്കുന്നത്, സന്ധ്യയായി, ഈവനിങ്ങിലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ക്രിയേഷൻ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ തന്നെ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ആദ്യത്തെ ആ സിസ്റ്റം എന്ന് പറയുന്നത് സന്ധ്യയോടുകൂടി ആരംഭിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ കൂടുതൽ പേർക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, എങ്കിൽ തന്നെയും നമ്മളൊന്ന് പഠിക്കുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി വീണ്ടും നമ്മളതൊന്ന് ഓർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ദിസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5. The offices of prayer are also referred to as the hours. The importance of 7 offices allude to in. ഇനി അടുത്തതും ഈ 2 വാക്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ്, അത് നിങ്ങൾ പഠിച്ചോണം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ ഇത് രണ്ടും ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒറ്റ ചോദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 ഉത്തരങ്ങൾ ഇപ്പം തന്നെ കിട്ടും. ഇത് പഠിച്ചേ പറ്റൂ, അത് മസ്റ്റാണ്. അതുകൊണ്ട് സാംസ് 119, 164 വായിച്ചേ. 119-ാം സങ്കീർത്തനം 164-ാം വാക്യം. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം നിന്നെ സ്തുതിക്കുന്നു. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. ഡെയിലി 7 times a day. കണ്ടോ, 7 പ്രാവശ്യം. ഇതെല്ലാം വേദോസ്താടിസ്ഥാനം. നമ്മുടെ ആരാധനാ ക്രമീകരണങ്ങളെല്ലാം പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നത് വേദോസ്ത വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 7 times a day I praise you for your righteous laws. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം. മുമ്പേ നമ്മൾ ആദ്യം വായിച്ചായിരുന്നു, ഞാൻ സന്ധ്യയ്ക്കും രാവിലെയും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അല്ലേ? അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം, അല്ലെ സന്ധ്യയ്ക്കും രാവിലെയും ഉച്ചയ്ക്കും എല്ലാം നമ്മൾ സങ്കടം ബോധിപ്പിക്കും. അടുത്ത സ്ലൈഡ് പ്ലീസ്. ഇനിയും the hours are in the following order.
ഇങ്ങനെയാണ് സന്ധ്യാനമസ്കാരം മുതലാണ് തുടങ്ങുന്നത്. റംഷം എന്ന വെസ്പേഴ്സ് ഓർ ഈവനിങ് സന്ധ്യാനമസ്കാരം വിച്ച് ഈസ് ഒബ്സർവ്ഡ് അറ്റ് 6 PM. അതായത് ഈ സന്ധ്യയായി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഒരു സിസ്റ്റം നമ്മൾ അങ്ങ് എടുത്തേക്കുവാണ്. വൈകിട്ട് സന്ധ്യ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം വൈകിട്ട് 6 മണി. സന്ധ്യയായി എന്ന് പറയുമ്പോൾ വൈകിട്ട് ഒരു 6 മണിയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയം, 6 PM. സൂത്തോറോ കംപ്ലൈൻ ഓർ നൈറ്റ് പ്രൊട്ടക്ഷൻ അറ്റ് 9 PM. അപ്പോൾ ഒരു 3 മണിക്കൂർ ഇടവിട്ടാന്ന് നിങ്ങൾ ഓർത്തോണം എപ്പോഴും കേട്ടോ. രാത്രി ഉറങ്ങുന്ന സമയം മാത്രമേ ഇച്ചിരി ദൈർഘ്യമുണ്ട്. ബാക്കി എല്ലാ പ്രാർത്ഥനകളും ഒരു 3 hours ഗ്യാപ്പിലാന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ സന്ധ്യാനമസ്കാരം 6 മണി, സന്ധ്യയ്ക്ക് 6 മണിക്ക്. സൂത്താറ രാത്രിയിൽ, നമ്മുടെ ഭാഷ അനുസരിച്ച് രാത്രിയിൽ 9 മണിക്ക് സൂത്താറ. എന്തുവാ? നൈറ്റ് പ്രൊട്ടക്ഷൻ. നിങ്ങൾ സൂത്താറ നമസ്കാരം നടത്തുമ്പം പള്ളി കണ്ടിട്ടില്ലേ? ഞാൻ അഞ്ചുന്നൻ പാപത്താൽ അത് ചൊല്ലുന്ന സമയത്ത് എന്നാ ചെയ്യും? അതിനിടയ്ക്കത്തെ കൗമ ചൊല്ലുന്ന സമയത്ത് നടുക്കത്തെ തിരി കെടുത്തിയിട്ട് 2 സൈഡിൽ തിരി കത്തിച്ച് വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. 2 സൈഡിൽ തിരി കത്തിച്ചിട്ട് നടുക്കത്തെ തിരി കെടുത്തു എന്ന് പറഞ്ഞാൽ അത്രയും നേരം ഈ സെക്കുലർ ആയിട്ടുള്ള പ്രകാശവും നീതിസൂര്യനായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് രാത്രിയിൽ നമ്മൾ മാറുക. 2 സൈഡിലും പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് അവിടെ നൈറ്റ് പ്രൊട്ടക്ഷൻ, രാത്രിയിലെ കാവൽ, വാച്ച് എന്ന് തന്നെ അർത്ഥം കേട്ടോ. കാവലാണ്. ആ കാവലിന് വേണ്ടിയ സൂത്താറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നൈറ്റ് പ്രൊട്ടക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ വാച്ച് എന്നാണ്. കാവൽ എന്ന സൂത്താറ എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ 2 സൈഡിലും പ്രൊട്ടക്ഷൻ ആയിട്ടാ, മാലാഖമാരുടെ സാന്നിധ്യമാണ് കേട്ടോ. നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നു, 2 സൈഡിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആ സൂത്താറയില് 2 സൈഡിലായിട്ട് തിരി കത്തിച്ച് വെക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഓർത്താണ്. പിന്നീട് അടുത്ത അവർലി പ്രയർ ഏതാണ്? നൈറ്റ് വിജിലാണ്, വിച്ച് ഈസ് ഒബ്സർവ്ഡ് ഐഡിയലി ഇൻ ദ മിഡിൽ ഓഫ് ദി നൈറ്റ് ബട്ട് ഓഫൺ ഡയറക്ട്ലി പ്രിസീഡിങ് ദ മോർണിംഗ്. സത്യത്തിൽ രാത്രിയില് മിഡിൽ ഓഫ് ദ നൈറ്റ് എന്ന് പറയുന്നത് എത്ര മണിയാ? രാത്രി 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയം നടത്തണം. പക്ഷെ നമ്മൾ അന്നേരം ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണമല്ലോ. ബാക്കി മുഴുവൻ സമയം നമ്മളങ്ങ് പ്രാർത്ഥനയല്ലേ. എന്നാൽ ഇച്ചിരി ഉറങ്ങിയ 9 മണിക്ക് സൂത്താറ നടത്തിയതിന് ശേഷം നമ്മൾ കിടന്ന് ഉറങ്ങുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് സാധാരണ നമ്മൾ പ്രഭാത നമസ്കാരത്തിന് മുൻപായിട്ട് 5 മണിക്കോ വല്ലോ നടത്തുകയാണ്. സത്യത്തിൽ വെളുപ്പിനെ 3 മണിക്കെങ്കിലും നടത്തേണ്ട പ്രാർത്ഥനയാണ്. ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ, ഞാൻ ചോദിക്കുന്ന പ്രത്യേകം ശ്രദ്ധിച്ചോണം, എന്നിട്ട് ഉത്തരം പറയാം. ആരോഗ്യമുള്ള ഒരാള് എത്ര മണിക്കൂർ ഉറങ്ങണമെന്നാണ് നിർദ്ദേശം? 6 മണിക്കൂർ മതി. അത്ര മതി. എന്തിനാ കിടന്ന് ഒത്തിരി പോത്ത് പോലെ ഉറങ്ങുന്നത്? 7 മണിക്കൂർ 8 മണിക്കൂർ. നിങ്ങളുടെ ഇവിടുത്തെ ഷിഫ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യമുള്ള ആള് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ഞാൻ കിടന്നുറങ്ങിക്കോ, നടുവിന് വേദനയും കൈയും കാലും ഒക്കെ ഒന്ന് അനക്കൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു 3 മണി, അപ്പോൾ 9 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു 3 മണിയാകുമ്പം വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥനകൾ തുടങ്ങും. യോഗ എക്സർസൈസ് ഒക്കെ ചെയ്ത് ഒരു സവാരിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും, നാട്ടിലാണെങ്കിൽ നേരം വെളുക്കും അല്ലേ? നേരം വെളുക്കും. ഒരു 1, 2, 3 ഇച്ചിരി നേരം ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നേരം വെളുക്കും. അപ്പം രാവിലത്തെ പ്രാർത്ഥന നടത്താൻ പറ്റും. അപ്പം രാത്രി നമസ്കാരം വെളുപ്പിന് ഒരു 3 മണി എന്നുള്ളതാണ്. പക്ഷെ 5 മണിയോട് കൂടിയൊക്കെയാണ് നമ്മൾ സാധാരണ നടത്തേണ്ടത് എന്നുള്ളത്. പിന്നെ സഫറോ എന്ന് പറയുന്നതാണ് ഈ മോർണിംഗ് പ്രയർ, മാറ്റിൻസ്. അതിനെ കൺസിഡർ ചെയ്യുന്ന സെക്കുലർ ഡേയുടെ ഫസ്റ്റ് അവറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അവർ എന്നുള്ള വാക്ക് മനസ്സിൽ കയറി കഴിയുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മോർണിംഗ് പ്രയർ, പ്രഭാത നമസ്കാരം നടത്തുന്നത് 6 AM നേരം വെളുത്തു 6 മണിക്കാണ് പ്രഭാത നമസ്കാരം നടത്തുന്നത്. അടുത്തത് തേർഡ് അവർ പ്രയർ. അപ്പൊ ഫസ്റ്റ് 6 AM എന്ന് പറയുന്ന ഫസ്റ്റ് അവർ ആണ്. തേർഡ് അവർ ഏതാ? 6 AM എന്ന് പറയുന്ന ഫസ്റ്റ് അവർ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അവിടെ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. 12 മണി വേണ്ട, അത്രയും പോകണ്ട. 9 മണി 9 മണി, അതെ. അപ്പൊ തേർഡ് അവർ എന്ന് പറയുന്നത് 9 AM ആണ് കേട്ടോ. 3-ാം മണി നമസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു 6 മണിക്ക്, തേർഡ് അവർ ഫ്രം 6 AM, അങ്ങനെ ഓർത്തു. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. തേർഡ് അവർ ഫ്രം 6 AM. 6th അവർ പ്രയർ നടത്തുന്നത് ഉച്ചയ്ക്കാണ്, 12 PM. 6th അവർ ഫ്രം 6 AM ഓർ ഫസ്റ്റ് അവർ. 6 AM എന്നുള്ള ഫസ്റ്റ് അവർ എന്ന് ഞാനൊരു പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അവർ എന്ന് പറയുന്നത് 6 AM ആണ്. പ്രഭാതത്തിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നു.
തേർഡ് അവർ എന്ന് പറയുമ്പോൾ 9 AM, 6th അവർ എന്ന് പറയുമ്പോൾ 12 PM. പിന്നീട് 9th അവർ പ്രയർ, 3-ാം മണി, 6-ാം മണി, 9-ാം മണി നമസ്കാരം. 9-ാം മണി നമസ്കാരം നടത്തേണ്ട സമയം ഏതാ? ഉച്ച കഴിഞ്ഞിട്ട് 3 മണി. കണ്ടോ? അപ്പൊ ഇതെല്ലാം 3 മണിക്കൂർ ഇടവിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഇതിനകത്ത് നിങ്ങൾ ഇനിയും പ്രത്യേകിച്ച് ഞാൻ ഇനിയും പിന്നെ പറയാൻ എഴുതിയിട്ടില്ല, പ്രത്യേകിച്ച് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ഈ സന്ധ്യയ്ക്ക് പൊതുവേ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ഒക്കെ ചൊല്ലിയതിനു ശേഷം സന്ധ്യാ നമസ്കാരം തീരുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന പറയാമോ? ഏതാണ്? ആർക്കെങ്കിലും പറയാമോ? സന്ധ്യാ നമസ്കാരം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന പ്രത്യേകമായിട്ട് പറയാം. അത് എന്ന് പ്രാർത്ഥിച്ചാലും വീട്ടിലാണേലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതൊരു ചെറിയ പ്രയർ. അത് ചൊല്ലിയിട്ട് പിന്നെ അടുത്ത കൗമ ചൊല്ലുന്നതിന് മുമ്പായിട്ട് ആ പ്രയറാ ചൊല്ലുന്നത്. ഏതാന്ന് പറയാമോ? ഇല്ല, അത് സൂത്താറയ്ക്ക് ശേഷമാണ് ചൊല്ലുന്നത്. ഞങ്ങൾക്കുള്ള കർത്താവ് അതൊന്നുമല്ല. മോറാൻ യേശുമിശിഹ അല്ലെ? മോറാൻ യേശുമിശിഹ എന്നുള്ള പ്രാർത്ഥനയാണ് സന്ധ്യാ നമസ്കാരം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നത്. സൂത്താറ നമസ്കാരത്തില് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് സൂത്താറ നമസ്കാരം എന്നുള്ളത് ഞാൻ തൽക്കാലം ഇപ്പം നമ്മൾ ശയന നമസ്കാരത്തെയും കൂടെ ചേർത്ത് ഒന്ന് പറയുകയാണ്. ഞാൻ താഴെ ശയന നമസ്കാരം എന്നുള്ള പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയും കൂടി അതിനോട് ചേർത്ത് ചൊല്ലും, സൂത്താറ നമസ്കാരത്തോട് ചേർത്ത് ചൊല്ലും. അപ്പൊ സൂത്താറ നമസ്കാരത്തിലാണ് നമ്മൾ ഈ 91-ാം സങ്കീർത്തനമൊക്കെ ചൊല്ലുന്ന തിന്നതിന്റെ മറവിലിരിക്കുന്നവനും എന്നൊക്കെ ചൊല്ലുന്നത്. ശയന നമസ്കാരത്തിലാണ് നിങ്ങൾ മുമ്പേ പറഞ്ഞ ഞങ്ങൾക്കുള്ള കർത്താവ് എന്നുള്ളത് ശുദ്ധമുള്ള ഭാവ എന്നുള്ളത് ചൊല്ലി തീർക്കുന്നത്. എന്നാൽ അത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചൊല്ലും കരുണയുള്ള ദൈവമേ എന്നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു എന്നുള്ളത് നമ്മൾ ചൊല്ലും. അപ്പൊ സൂത്താറയുടെ ഒരു കോമൺ പ്രയറായിട്ട് അത് ശയന നമസ്കാരത്തിൽ വരുന്നതാണ് എങ്കിൽ തന്നെയും സൂത്താറയുടെ ഒരു പ്രാർത്ഥനയായിട്ട് വേണേ ഒന്ന് മനസ്സിൽ വെക്കാം. അപ്പൊ സന്ധ്യാ നമസ്കാരത്തിൽ മോറാൻ യേശുമിശിഹ ചൊല്ലും. സൂത്താറ നമസ്കാരത്തിൽ നമ്മൾ കരുണയുള്ള ദൈവമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലും. പിന്നെ രാത്രി നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നത് എങ്ങനെയാ? രാത്രി നമസ്കാരം തുടങ്ങുമ്പോഴേ നമ്മൾ ആരംഭിക്കുന്നത് എങ്ങനെയാ? അത് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എൻ്റെ കർത്താവേ നിന്റെ ഉണർച്ചയെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലും. പിന്നീട് പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ, പ്രഭാത നമസ്കാരം ചൊല്ലി അവസാനം വരുമ്പോൾ കർത്താവെ നിന്നെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ നിന്റെ തിരുനാമത്തിന് സ്തുതി പാടുന്നതും പ്രഭാത സമയത്തിന്റെ ഇറവയും രാത്രി തന്നെ വിശ്വാസവും അറിയിക്കുന്നതും എത്രയും നല്ലതാകുന്നു എന്ന് നമ്മൾ ചൊല്ലും, അല്ലേ? അപ്പൊ അത് പണ്ടത്തെ ഒരു വാക്ക് ഈ പ്രഭാത എന്നുള്ളതിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, മയ്യലിൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുമായിരുന്നു. ഓർക്കുന്നുണ്ടോ പഴയ ആൾക്കാരൊക്കെ? ഇപ്പം ന്യൂജനിനോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അവർക്ക് അറിയണമെന്നില്ല. പഴയ ആൾക്കാർക്ക് അറിയാം മയ്യലിൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ 6th അവർ പ്രയറിന് 22:30 എന്നൊക്കെ പറയുമായിരുന്നു. പണ്ടത്തെ കുർബാനക്രമത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് 22:30 നമസ്കാരം. അത് നാഴികയും വിനാഴികയും ഒക്കെ കണക്ക് കൂട്ടിയുള്ള അളവുകളായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും പ്രത്യേകിച്ച് ബൈഹാട്ടിയൊന്നും വേണ്ട, ചോദ്യമൊന്നും വരത്തില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. 9th അവർ പ്രയറിൽ നമ്മൾ ഈ 3rd അവറിലും 6th അവറിലും പ്രത്യേകമായ പ്രാർത്ഥനകൾ അങ്ങനെ ഒരു മോറാൻ യേശുമിശിഹ പോലെ ഒരു പ്രാർത്ഥന എടുത്തു പറയാനില്ല എങ്കിൽ തന്നെ 9th അവറിൽ നമ്മൾ ചൊല്ലുന്നത് 9th അവറിലെ തീം എന്ന് പറയുന്ന എല്ലാം വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് ആ സമയത്ത് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലും. ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനിയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാകാനും ഓർത്തിരിക്കാനും വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ദ പ്രൈമറി പർപ്പസ് ഓഫ് ദി അവേഴ്സ് അല്ല, അത് കളയരുതേ. The primary purpose of the hours is to praise and glorify God. We were created to worship Him, and we will worship Him without ceasing, unceasing prayer. Revelation 7:15 നമ്മൾ വായിക്കുന്ന രാപകൽ അവനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ പറ്റിയ. The 7 hours of prayer create a cycle that provides us with a foretaste of the eternal life we will spend in the presence of God, worshiping Him. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ ഈ പ്രാർത്ഥനയെല്ലാം കൂടെ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല, എനിക്കറിയാം, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ ഇത് നമ്മളൊരു ഇറ്റേണൽ ലൈഫിൻ്റെ പ്രീ ടേസ്റ്റ് എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങളോടൊന്ന് ഓർപ്പിക്കും. അതുകൊണ്ട് നിത്യജീവനിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ഒരു കുറേശ്ശെയൊക്കെ ചെറിയ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും എല്ലാം സമയബന്ധിതമായിട്ടൊക്കെ ചൊല്ലി ശീലിക്കുന്നത് നല്ലതാണ്. അച്ഛനും പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും എല്ലാം. The hours are a guide for our prayer life. They are instructive and teach us how to pray and what to pray for.
The hours teach us about God and the scriptures. The church fathers taught the faith and the scriptures to the common person through liturgical prayers. Each day highlights specific theme. ഇനി ഓരോ ദിവസത്തിന് ഓരോ തീമുണ്ട്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്ന ഏതാ? ഒരു ആഴ്ചയിലെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇതിലാദ്യത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത തന്നെ റിസറക്ഷൻ, കർത്താവിന്റെ പുനരുത്ഥാനം. സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ, അത് രണ്ട് റിപ്പൻഡൻസ് ആണ് അന്നത്തെ തീം. തിങ്കളും ചൊവ്വായും അനുതാപമാണ് അന്നത്തെ തീം. ഫോർത്ത് ഡേ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച, മദർ ഓഫ് ഗോഡ്, തെയോട്ടോക്കോസ്, ദൈവമാതാവിനോടുള്ള മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് അഭയം പ്രാപിക്കുന്നു. ഫിഫ്ത്ത് ഡേ കമ്മ്യൂണിയൻ ഓഫ് ദി സെയിൻസ്, എല്ലാ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ദിവസമാണ്. വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നതിനെ പറ്റി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെളിപാട് 8:4 വായിച്ചാൽ മതി കേട്ടോ. പെട്ടെന്നൊന്ന് വായിച്ചു ആരെങ്കിലും. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. എടുത്തു വെച്ചേക്കുമായിരുന്നല്ലോ, പെട്ടെന്ന് വായിച്ചല്ലോ, വെരി ഗുഡ്. അപ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തിന്റെ പുകയോടുകൂടി ദൂതന്റെ കയ്യിൽ ദൈവസന്നിധിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥന മധ്യസ്ഥ, ദാറ്റ് ഈസ് കമ്മ്യൂണിയൻ ഓഫ് ദി സെയിൻസ് കേട്ടോ. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറുന്നു. പിന്നെ എൻ്റെ തീം അതൊന്നും അല്ലാത്തത് കൊണ്ടല്ല, അതൊക്കെ ഞാൻ ഒത്തിരി പറയുന്നയാളാണ്. പിന്നെ സിക്സ്ത് ഡേ എന്താണ്? വെള്ളിയാഴ്ച, അതായത് ഇന്ന് സന്ധ്യയ്ക്ക് തുടങ്ങിയ ഈ ദിവസത്തെ തീം എന്താണ്? സ്ലീബ. അഖിലാണ്ടത്തെ വഹിപ്പോനെ ഹന്ത വഹിച്ചു കുരിശുമരം, പ്രാണപ്രദനാം പ്രാണമയൻ തനിയെ രുചിച്ചു മരണത്തെ അതിരിൻ എന്ന് പറഞ്ഞോട്ടായി പാട്ട്. അപ്പോൾ കർത്താവിന്റെ കുരിശിനെ ധ്യാനിക്കുന്ന, ക്രൂസിഫിക്ഷനെ ധ്യാനിക്കുന്ന സ്ലീബായാണ് തീം. കർത്താവിന്റെ ക്രൂശീകരണമാണ് പ്രധാന ചിന്താവിഷയം. സെവൻത് ഡേ, നാളെ ശനിയാഴ്ച എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ഡിപ്പാർട്ടഡ്, എല്ലാം വാങ്ങിപ്പോയവരെ നമ്മൾ ഓർത്തുകൊണ്ടാണ്. The hours inspire us to keep our hearts, minds and thoughts on God. They are a step towards our goal of praying without ceasing. മുമ്പ് ഞാൻ പറഞ്ഞു, 1 തെസ്സലോനിക്കർ 5:17 വായിക്കുന്ന പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കും. നോക്കിയേ, 7 യാമപ്രാർത്ഥനകൾ, 7 ദിവസവും പ്രത്യേകതകൾ, ഇടപെടാതെ എല്ലാ കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. The hours fruitfully occupy our time by meditating, reflecting and developing our relationship with God. If we are praying, then we are not sinning. അതാണ് മറ്റൊരു കാര്യം. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പാപം ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അയ്യോ പ്രാർത്ഥിക്കണം, ദൈവമായിട്ട് സംസർഗം വേണമെന്ന് ഓർത്തിട്ട് പാപം ചെയ്യാനുള്ള ചിന്തകളും ടെൻഡൻസിയും കുറയും. If we spend our time in prayer, then we have less time to sin. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു. By keeping our mind on God, we are able to fight against sin and separation from God. പാപത്തിൽ നിന്നും ദൈവത്തിൽ നകന്നു പോകുന്ന പരിപാടികളിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് സാധിക്കും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുവാണെങ്കിൽ. ഇനി ഡെയിലി സൈക്കിൾ ഓർ hours of prayer in the church. The daily prayer cycle begins at sundown with Vespers. This tradition comes to us via the Jewish tradition, the way the disciples and Christ would have prayed. അത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, അതും കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൂടി. അടുത്ത സ്ലൈഡ് പ്ലീസ്. അടുത്തത് നമ്മൾ സന്ധ്യാ നമസ്കാരം, വെസ്പേഴ്സ്. ഓരോന്നോരോന്ന് നമുക്ക് ചിന്തിച്ചു പോകാം. 141 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, The lifting up of my hands be an evening sacrifice. ഞാൻ കൈമലർത്തിയിരിക്കുന്നത് സന്ധ്യായാഗം പോലെ കൈക്കൊള്ളണമെന്ന്, അല്ലേ? അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് 141 സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം കഴിഞ്ഞിട്ട് മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥന സന്ധ്യാ സമയത്തെ പ്രാർത്ഥന പോലെ കൈക്കൊള്ളണമേ എന്ന് നമ്മൾ കുർബാനക്രമത്തിൽ എഴുതിയിരിക്കുന്നതും ഇതിനകത്ത് സന്ധ്യായാഗം പോലെ കൈക്കൊള്ളണമേ എന്നാണ് വേദോസത്തിൽ എഴുതിയിരിക്കുന്നത്. The tradition of praying a sundown coincides with the time of lighting the lamps before the time of electricity. This was a definite transition time in ancient times. ഇത് ഞാൻ കുറച്ചൊരു സിംപ്ലിഫൈ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ, വലിയ തിയോളജി ഒന്നുമല്ല, ഒരു സിംപ്ലിഫൈ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. Something we have lost in our electrical power world, where there is no need to change what we are doing because of the setting of the sun. But this transition required a definite change of activity in the days before electricity. പണ്ടായി ഈ വൈകിട്ട് വീടുകളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, 2 കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്നൊക്കെ ചെയ്യും?
വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. അതിന് മുമ്പായിട്ട് മിറ്റമൊക്കെ ഒന്ന് തൂത്തിടും. എന്തിനാ ഈ മിറ്റം തൂത്തിടുന്നതെന്ന് അറിയാമോ? പ്ലാവില വീണതെല്ലാം തൂത്ത് കളയാണ്. സന്ധ്യക്ക് എന്തിനാ എന്നാ പിന്നെ വെളുപ്പിനെ തൂത്താ പോരെ. സന്ധ്യക്ക് ഒരാൾ വരും. അങ്ങനെ കയറി വരുമ്പോൾ അയാളെ സ്വീകരിക്കാനും വൈകിട്ട് വന്ന് ആദമേ ആദമേ നീ എവിടെ എന്ന് ചോദിച്ച പോലെ ചിന്നമ്മേ ചിന്നമ്മേ നീ എവിടാന്ന് ചോദിക്കും. മറിയാമേ മറിയാമേ നീ എവിടാന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കണക്ക് കൊടുക്കണം. അതിനു വേണ്ടിയാണ് നല്ല ഒരുക്കമായിരുന്നു. വൃത്തിയായിട്ട് കുളിച്ചു കൂടി സന്ധ്യയ്ക്ക് മിറ്റമൊക്കെ തൂത്തിട്ട് അവിടെ വിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കഞ്ഞി കുടിക്കാനില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഓക്കെ, the church at this time of day, as the sun sets, we traditionally gather in the church to give thanks for all the blessings our Lord has granted us this day. This prayer service begins with the Psalm of Creation. പോട്ടെ, അടുത്ത സ്ലൈഡ് പറഞ്ഞു. ഇത്തിരി വിശദമായിട്ട് പോയാൽ നിങ്ങൾക്ക് ഈ സാധനം കയ്യിലുണ്ടല്ലോ, വായിച്ചാൽ മതി. അടുത്ത സ്ലൈഡിലോട്ട്. ഇനി അടുത്ത സൂത്താറ, സന്ധ്യാ നമസ്കാരത്തെ പ്രാർത്ഥനകൾ. അപ്പോൾ തന്നെയല്ല, യേശുമ്പുരാൻ്റെ കൈകളമലർത്തി സന്ധ്യായാഗം പോലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9 മണി സമയത്താണ് കർത്താവ് ഉച്ചയ്ക്ക് കർത്താവ് കുരിശിൽ മരിച്ചു. 9 മണി വരെ സമയം വരെ കടന്നു. സന്ധ്യയ്ക്ക് അവൻ്റെ ശരീരം കല്ലറയിൽ വെച്ചു എന്ന് പറയുന്ന പോലെ തന്നെ യേശുമ്പുരാൻ്റെ യാഗവുമായിട്ട് ചേർന്ന് വരുന്ന സന്ധ്യായാഗം എന്നുള്ളതും കൂടെ കേട്ടോ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ സൂത്താറ നമസ്കാരം 4:8, സാംസ് 4:8 നമ്മൾ വായിക്കുന്നുണ്ട്. ഇൻ പീസ് ഐ വിൽ ബോത്ത് ലൈ ഡൗൺ ആൻഡ് സ്ലീപ്പ്, ഫോർ യു അലോൺ ഓ ലോർഡ് മേക്ക് മീ ലൈ ഡൗൺ ഇൻ സേഫ്റ്റി. ഞാൻ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്നാണ്. ഇൻ പീസ് ഐ വിൽ ബോത്ത് ലൈ ഡൗൺ ആൻഡ് സ്ലീപ്പ്. ഞാൻ കിടന്നുറങ്ങും, കിടക്കുകയും ഉറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അതാ സൂത്താറ നമസ്കാരത്തിൻ്റെ ഒരു അടിസ്ഥാന വാക്യമായിട്ട് വേണേൽ നമുക്കത് എടുക്കാം. After our evening meal and before we go to sleep, we say personal prayers, which is how the service of company is usually done. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. Prayer as we go to sleep, ശയന നമസ്കാരം. അതിനുശേഷം നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞ കരുണയുള്ള ദൈവമേ എന്നുള്ളതും മാർ അപ്രൈമിന്റെ ബോവൂസോ ചൊല്ലി, ഞങ്ങൾക്കുള്ള കർത്താവെ ചൊല്ലി, ശുദ്ധമുള്ള ബാവ ചൊല്ലി, ശയന നമസ്കാരം കിടക്കുന്നതിന് മുമ്പ് നമ്മളതെല്ലാം ഒന്ന് ചൊല്ലി ഇട്ടാണ് കിടക്കുന്ന തലയണയിലൊക്കെ ഒന്ന് കുരിശൊക്കെ ഒന്ന് വരച്ച് പ്രാർത്ഥനയോടുകൂടിയൊക്കെ കിടന്നുറങ്ങുമ്പം കുറേ തലവേദനയും ഈ തൊണ്ടയ്ക്ക് വേദനയും ചെവിക്ക് വേദനയൊക്കെ ഒന്ന് മാറുകയും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിൽക്കുകയും സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും. ഈ ധനഹ വെള്ളമൊക്കെ വീട്ടിൽ കൊണ്ടുവെക്കണം. ധനഹമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളല്ലേ, എത്രയോ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നറിയാം. നമ്മുടെ പള്ളിയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുരുത്തോല വീട്ടിൽ കൊണ്ടുവെക്കുക, ഇതൊക്കെ വെച്ചുപൂജയ്ക്ക് വേണ്ടിയല്ല, അതിനൊക്കെ പ്രയോജനമുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെല്ലാം മാറിപ്പോകുന്നു. ബൈബിൾ കൊണ്ടുവെക്കുക, ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ 911 വിളിക്കുന്നതിനേക്കാളും മുമ്പേ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഒന്ന് ഉണ്ടാകുമ്പോൾ സ്വർഗത്തിലോട്ടൊന്ന് വിളിക്കുകയൊക്കെ ചെയ്യുക. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം പ്ലീസ്. അടുത്തത് രാത്രി നമസ്കാരമാണ്. അറ്റ് മിഡ് നൈറ്റ് ഐ വിൽ റൈസ് ആൻഡ് പ്രൈസ് യു. 119 സങ്കീർത്തനം 62 വാക്യം കണ്ടോ? ഇപ്പം ഇങ്ങനെ കിടന്നാലും രാത്രിയാകുമ്പോൾ പിന്നെയും തമ്പുരാനെ വിളിക്കാനായിട്ട് അങ്ങ് തോന്നും. അന്നേരം രാത്രി ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ദാവീദിന്റെ ശൈലികളായിരുന്നു ഇതെല്ലാം. ഇൻ ദ മൊണാസ്ട്രീസ് ദ മങ്സ് വിൽ റൈസ് അറ്റ് മിഡ് നൈറ്റ് ഫോർ പ്രയർ. വി നോ ദിസ് ട്രഡീഷൻ ഗോസ് ബാക്ക് അറ്റ് ലീസ്റ്റ് ഫാർ ആസ് ദ ടൈം ഓഫ് ഡേവിഡ്. കണ്ടോ, അന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അതുമുതൽ തന്നെ ഉണ്ട്, കർത്താവിൻ്റെ കാലഘട്ടത്തിലൊക്കെ അത് ശക്തമായിട്ടുണ്ട്. കർത്താവ് എപ്പോഴും ചെയ്തിരുന്ന കാര്യം എന്നായിരുന്നു? എപ്പോഴും, അത് രാത്രിയാണേലും പകലാണേലും വിജന സ്ഥലത്തേക്ക് അങ്ങ് പോകും. പോയി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഗെത്സമനയിലെ പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം. ദ ജ്യൂസ് ലൈക്ക് ദ ഗ്രീസ് ആൻഡ് ഇതിനിയും നിങ്ങളൊന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. ഈ രാത്രിയിൽ എത്ര വാച്ചസ് ഉണ്ടെന്നറിയാം. ഈ രാത്രി നമസ്കാരത്തിനകത്ത് നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ രാത്രി നമസ്കാരത്തിൽ വിശാലമായിട്ട് പങ്കെടുക്കും. ചിലർ സ്ഥിരമായിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. രാത്രി നമസ്കാരത്തിനകത്ത്
എത്ര കൗമാകളായിട്ടാ രാത്രി നമസ്കാരത്തെ തിരിച്ചിരിക്കുന്നതെന്ന് അറിയാം. എത്ര 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 പാർട്ടുണ്ട് അതിനകത്ത്? 3. 4. 3. 4. വെരി ഗുഡ്, വെരി ഗുഡ്. അതിലേക്ക് ആ കാര്യമാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. ഇതധികം ആരും അങ്ങനെ സ്പർശിക്കാത്തൊരു മേഖലയാണ്. ഞാനൊന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. The Jews, like the Greeks and Romans, divided the night into military watches instead of hours. മണിക്കൂറിനേക്കാൾ ഉപരി അവരുടെ മിലിറ്ററി വാച്ചസ് ഉണ്ട്. അതായത് ഒരു പട്ടാളക്കാരൻ വന്ന് നിന്നിട്ട് അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത ആൾ ഡ്യൂട്ടി എടുക്കുന്ന ആ ഒരു സമയം, അത് ജൂയിഷ് ആൾക്കാർ ഈ ഗ്രീക്കുകാരുടെ അതിൽ നിന്ന് ഫോളോ ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ചില ഇൻഫ്ലുവൻസസ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതിപ്പം ഇനിയും പൂർണ്ണമായിട്ടും വേദോത്സവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഈ 4 യാമങ്ങൾ വരാനായിട്ടുള്ളതിനെ തിയോളജിക്കലായിട്ട് നമുക്ക് പറയാം. കർത്താവിൻ്റെ പിന്നെ രാത്രിയിലെ വ്യഥകളെ പറ്റിയൊക്കെയുള്ള തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ പറ്റി ഞാനൊന്ന് പറയാം. ഈ 4 യാമപ്രാർത്ഥനകൾ രാത്രി നമസ്കാരത്തിനകത്ത് തന്നെ വരാനായിട്ടുണ്ടായ ഒരു സാഹചര്യം ഒരുപക്ഷെ ഇതായിരിക്കാം എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ യഹൂദന്മാർക്ക് 2 രീതി സ്വാധീനം ഉണ്ടായി. ഒന്ന്, ഗ്രീക്കുകാരിൽ നിന്ന് സ്വാധീനം ഉണ്ടായി. അന്നത്തെ ഹെലനൈസേഷന്റെ സമയത്ത് ഗ്രീക്കുകാരിൽ നിന്നുണ്ടായ സ്വാധീനം എന്ന് പറയുന്നത് അവര് 3 വാച്ചസ് ആയിട്ടാണ് ഈ രാത്രിയെ അവർ തിരിച്ചിരുന്നത്, ഗ്രീക്കുകാര്. എന്നാൽ റോമൻസ് വന്ന സമയത്ത് അതിനെ 4 യാമങ്ങളായിട്ട് തിരിച്ചു. അതായത് റോമൻസ് പിന്നെ പ്രവേൽ ചെയ്ത സമയത്ത്, നിങ്ങൾക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനനസമയം ആ സമയത്ത് റോമൻസ് ആണ് പ്രവേൽ ചെയ്ത് നിൽക്കുന്നത്. അവരാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം, പുതിയ നിയമ കാലഘട്ടം ആകുമ്പോൾ ഇത് 4 വാച്ചസ് ആയിട്ട് മാറി. രാത്രിയിലത്തെ ഈ പട്ടാളക്കാരുടെ മാറി മാറിയുള്ള നിൽപ്പ് അത്രയൊന്നും ഓർത്തിരിക്കുക. അതായത് ചില അലേർട്ട്സ് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഇവരൊരു പിന്നെ ഒരു വാദ്യ ഉപകരണം അവർ വായിക്കും. എന്നിട്ട് അത് ആ ഒരു അലേർട്ട് ഇങ്ങനെ കൊടുക്കും. നമ്മൾ അലാം കൊടുക്കുന്നത് പോലെ ഒരു അലേർട്ട് കൊടുക്കും. അത് അടുത്ത വാച്ചിന്റെ സമയമായി കാവൽ മാടത്തിൽ നിന്ന് ഈ കാവൽ പട്ടാളക്കാര് അടുത്ത വാച്ചിന്റെ സമയമായി എന്നുള്ളത് ആ ഒരു അലേർട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ അതിങ്ങനെ മാറി മാറി. ഇന്ന് നിങ്ങൾക്കറിയാം, ഈ ജൂയിഷിന്റെ, നിങ്ങൾ ജെറുസലേമിലൊക്കെ പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിലോ അറിയാം, മുസ്ലിംസ് വാങ്കു വിളിക്കുന്നത് പോലെ ഒരു പരിപാടി സത്യത്തിൽ യഹൂദന്മാരുടെ അവർക്ക് ഇപ്പോഴും ഉണ്ടത്. അവര് പ്രാർത്ഥിക്കും. അവര് അതിൽ നിന്നാണ് ഈ മുസ്ലിങ്ങളൊക്കെ ഇത് കട്ടെടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ നൈറ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ പല യാമങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഈ നൈറ്റിൽ തന്നെ, രാത്രിയെ തന്നെ, രാത്രിയുടെ 4 യാമങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഇതൊക്കെ വേദപുസ്തകത്തിൽ വാക്യങ്ങളുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതൊന്ന് പെട്ടെന്ന് നോക്കിപ്പോ. രാത്രിയിൽ 4 യാമങ്ങൾ ഉണ്ടാകാൻ കാരണം ഗ്രീക്കുകാരുടെ ഇൻഫ്ലുവൻസിലായിരുന്നപ്പോൾ 3 ഉള്ളായിരുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാം. The Jews, like the Greeks and Romans, divided the night into military watches instead of hours, each watch representing the period for which sentinels or pickets remained on duty. The proper Jewish reckoning recognized only 3 such watches, entitled the first for beginning of the watches. അതാണ് രാത്രിയിലെ തുടക്കം. ലാമെന്റേഷൻസ് 2:19 വായിച്ചു. വിലാപങ്ങൾ 2:19. വിലാപങ്ങൾ 2:19. ഇല്ലേ വേറെ ആരെങ്കിലും കിട്ടുന്നവരുണ്ടെ വായിച്ചു. അടുത്തയാള് ജഡ്ജസ് 7:19 എടുക്കണം. Jerusalem's old men sit on the ground in silence, with dust on their heads and sackcloth on their bodies. Young girls bow their heads to the ground. Lamentations 2:10. 19, please. 2:19. All through the night, get up again and again to cry out to the Lord. Pour out your heart and beg him for mercy on your children. Children starving to death on every street corner. ഓക്കെ, അതിന്റെ മലയാളം കൂടെ ഒന്ന് വായിച്ചേ. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ തന്നെ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ. ബിഗിനിങ് ഓഫ് ദി വാച്ചസ് ഒരു വാക്ക് അവിടെ കൃത്യമായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ
കണ്ടോ, രാത്രിയിലെ യാമങ്ങളുടെ ആരംഭം, ബിഗിനിങ് ഓഫ് ദ വാച്ചസ് ഓഫ് നൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ രാത്രിയിൽ യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ഇനിയും ജഡ്ജസ് 7:19 വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ മധ്യയാമം. കണ്ടോ, മുമ്പേ നമ്മൾ പറഞ്ഞു യാമാരംഭം, ഇവിടെ പറയുന്നു മധ്യയാമം അല്ലേ? ഓക്കെ. ഇനി അടുത്തത് എക്സോഡസ് 14:24 വായിച്ചേ. എക്സോഡസ് 14:24. പ്രഭാതയാമത്തിൽ യഹോവ പ്രഭാതയാമം. ഇപ്പൊ 3 യാമങ്ങളെ പറ്റി പറഞ്ഞു. 1 രാത്രിയിൽ യാമാരംഭം, 2 മധ്യയാമം, 3 പ്രഭാതയാമം. അപ്പൊ ഇതായിരുന്നു ഗ്രീക്കുകാരുടെ ഇൻഫ്ലുവൻസിൽ നിന്നുണ്ടായ 3 യാമങ്ങളുടെ ക്രമീകരണമാണത്. ആൻഡ് ദ മോർണിംഗ് വാച്ച്. അത് ഫസ്റ്റ് സാമുവേൽ 11:11 അത് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങൾ വായിച്ചാൽ മതി, സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ വായിപ്പിക്കുന്നില്ല. ആഫ്റ്റർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി റോമൻ സുപ്രീമസി, the number of watches was increased to 4, which were described either according to their numerical order, as in the case of the 4th watch. മത്തായി 14:25 വായിച്ചു. രാത്രിയിലെ 4-ാം യാമത്തിൽ രാത്രിയിലെ 4-ാം യാമം. ഈ സംഭവം പഴയ നിയമത്തിൽ കാണുന്നില്ല, പുതിയ നിയമത്തിലാണ് അത് കാണുന്നത്. അപ്പം ഇത് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഗ്രീക്കുകാരുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് 3 യാമങ്ങളും, പുതിയ നിയമ കാലഘട്ടമായപ്പോൾ യേശുക്രിസ്തു പറയുക രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. 4-ാം യാമത്തിൽ. ആ വാക്യം മൊത്തം ഒന്ന് വായിച്ചേരെ. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. മതി. അപ്പോ അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ബൈ ദ ടേംസ് ഈവനിങ്, മിഡ് നൈറ്റ്, കോക്ക് ക്രോയിങ് ഓർ റൂസ്റ്റർ ക്രോയിങ് ആൻഡ് മോർണിംഗ് എന്നുള്ളതാ സൂചിപ്പിക്കുന്നത്. മർക്കോസ് 13:35 വായിച്ചേ. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായ കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. അതാ മത്തായി 14:25, മർക്കോസ് 6:48, ലൂക്കോസ് 12:38, മാർക്കോസ് 13:34, മർക്കോസ് 13:35. ഇതിനകത്തെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതിനകത്ത് ഈ കോഴി കൂവുക എന്ന് പറയുന്നില്ലേ, ആ കോഴി കൂവുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയും കൂടി ഞാനൊന്ന് പറഞ്ഞേച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇത് നിങ്ങൾ ഈ രാത്രിയാമവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കിയിരിക്കേണ്ടതാണെങ്കിലും ഈ പത്രോസിനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞില്ലേ, പത്രോസേ ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം പള്ളി പറയുമെന്ന് പറഞ്ഞില്ലേ. അത് ക്രോയിങ് ഓഫ് ദി റൂസ്റ്റർ എന്ന് പറയുന്നത് സത്യത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ വായിച്ചില്ലേ, സന്ധ്യയ്ക്കോ രാത്രിയിലോ കോഴി കൂവുമ്പോഴോ പ്രഭാതത്തിലോ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ കോഴി കൂവുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു വെളുപ്പിനെ ഒരു 3 മണി സമയമൊക്കെയാ ഏകദേശം. ദിസ് ഫ്രേസ് മേ ഓൾസോ ബി എ ഫിഗർ ഓഫ് സ്പീച്ച് used for bugle call, which heralds the start of the Roman guards' 4th night shift. റോമൻ ഗാർഡ്സിന്റെ 4-ാമത്തെ ഷിഫ്റ്റിലേക്ക് വരുമ്പോൾ അവരൊരു ബ്യൂഗിൾ ഇങ്ങനെ കൂവും. അപ്പൊ ഈ കോഴി കൂവുക എന്ന് പറയുന്നത് നിങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം. അച്ഛൻ എന്നാ വർത്താനായി പറയുന്നത്, കോഴി കൂവുക എന്ന് പറഞ്ഞ് ഇത്രയും നാളും പഠിച്ചു ഇനിയിപ്പോ അവർ ബ്യൂഗിൾ കൂവിയതാണോ? ഓക്കെ, വിശ്വസിക്കണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിങ്ങളുടെ മനസ്സ് ചേഞ്ച് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയും കൂടെ ഒരു ചിന്താഗതി പിതാക്കന്മാരുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ജെറുസലേമിൽ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കണ്ട അതിനെ പറ്റിയുള്ള വിശദീകരണമൊക്കെ മനസ്സിലാക്കിയവരൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്തായാലും രാത്രിയിലെ 4 യാമപ്രാർത്ഥനകൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത, ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും കൂടി, അത് സ്പിരിച്വൽ ആയിട്ട് ഇവരെ ജൂയിഷ് ആൾക്കാർ അത് എടുക്കുക, അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ സമയങ്ങളൊക്കെ ക്രമീകരിക്കുക, ആ സിസ്റ്റം അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് എന്നുള്ളത്. നമ്മൾ ഈ 40 നടത്തണം, 41 നടത്തണം, നെയ്യപ്പം കൊടുക്കണോ, പഴം കൊടുക്കണോ എന്നൊക്കെ പറയും, നമുക്ക് താലി കെട്ടണോ എന്നൊക്കെ പറയുന്ന പോലെ കോടി മന്ത്രം ചൊല്ലിയ സാധനം വേണോ എന്നൊക്കെ പറഞ്ഞ പോലെ ഇൻഡിജിനൈസേഷന്റെ ഒരു ഭാഗമായിട്ടും കൂടി അവർക്ക് കിട്ടിയത് കാര്യമാണെന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ അതാണ് രാത്രി യാമങ്ങളെ പറ്റി നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. തിയോളജിക്കലായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ അവിടെ വിടുകയാണ്.
മാറ്റിൻസ്, പ്രഭാത പ്രാർത്ഥനയെ പറ്റിയാണ് അടുത്തത്. 63 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഓ ഗോഡ്, യു ആർ മൈ ഗോഡ്, എയർലി വിൽ ഐ സീക്ക് യു. ഞാൻ പ്രഭാതത്തിൽ നിന്നെ വിളിക്കും. At dawn, we rise at sunrise and experiencing the goodness of God. Praise Him, give thanks, make petitions and seek His blessings for the activities of the coming day. ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നേ ഉള്ളൂ കേട്ടോ. അതിലെ നല്ല വിശദാംശങ്ങളൊക്കെ തിയോളജിക്കലി ഒത്തിരി ഡീപ്പായിട്ടല്ല പോകുന്നത്. പ്രഭാതയാമത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയാൻ ദൈവം അവസരം നൽകി. ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് ലൈക്ക് ഡെത്ത് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് മരിച്ചു പോയാലും നമ്മൾ എന്താ നത്തിങ് ഡൂയിങ് കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് എല്ലാവരെയും പല്ല് തേക്കാനും ഒന്ന് ചിരിച്ചു കാണിക്കാനും ഗുഡ് മോർണിംഗ് പറയാനും ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സിമ്പിൾ, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ 5 സങ്കീർത്തനം 3 വാക്യം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചത് വീണ്ടും. ടു യു ഐ പ്രേ ഓ ലോർഡ്, ഇൻ ദ മോർണിംഗ് യു ഹിയർ മൈ വോയിസ്. കർത്താവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, പ്രഭാതത്തിൽ നീ എൻ്റെ ശബ്ദം കേൾക്കും എന്നുള്ള ആ ഒരു പ്രാർത്ഥന. ഇതെല്ലാം ദാവീദിന്റെ പ്രാർത്ഥനകളിൽ നമ്മൾ എടുത്തേക്കുന്നു. ബിഫോർ ദ യൂസ് ഓഫ് ക്ലോക്സ് ദ അവേഴ്സ് ഓഫ് ദ ഡേ വെയർ ഡിറ്റർമിൻഡ് ഫോർ സൺറൈസ്. ഞാൻ കുറച്ച് വിശദാംശമൊക്കെ താഴേക്ക് എഴുതിയിരിക്കുന്നു. അതിൻ്റെ ചെറിയ ചെറിയ പ്രയറുകളൊക്കെ കൊടുത്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അടുത്തത് പ്ലീസ്. ഇതിനകത്തൊക്കെ സെൻറ്റ് ബേസിലിൻ്റെ, നിങ്ങൾ നല്ല പഠിതാക്കളാണെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽസ് തന്നിട്ട് മുന്നോട്ടങ്ങ് പോകുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. സെൻറ്റ് ബേസിൽ ദ ഗ്രേറ്റിൻ്റെ പ്രയറൊക്കെ കഴിവത് ഉൾക്കൊള്ളിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇനി മർക്കോസ് 15:25 നമ്മൾ വായിക്കുന്നത് എന്താ, ഈ 3-ാം മണി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. ഇനിയും രാത്രി നിങ്ങൾ ഓർക്കണം, ഈ സന്ധ്യയ്ക്ക് ഇനി കർത്താവിൻ്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അവനെ ക്രൂശിച്ചു എന്നുള്ളത് മർക്കോസ് 15:25 ഒന്ന് വായിച്ച്. മർക്കോസ് 15:25. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. മതി. 3-ാം മണി നേരമായപ്പോൾ അവനെ കുരിശിച്ചു. അപ്പൊ കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ സമയമാണ് 3-ാം മണി നേരം. അപ്പൊ അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണത്. 3-ാം മണി നേരത്താണ് കർത്താവിനെ കുരിശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ ഭാഷ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ 3-ാം മണിയുടെയും 6-ാം മണിയുടെയും ഇടയിലാണ് എന്നുള്ളതാണ്. 3-ാം മണി നേരമായപ്പോൾ എന്ന് പറഞ്ഞാൽ 6-ാം മണി സമയം വരെയുള്ള അതിനിടയ്ക്കാണ് അവനെ കുരിശിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അത് മറ്റ് സുവിശേഷങ്ങളിൽ 6-ാം മണി സമയത്ത് എന്നുള്ളൊരു സൂചനയും കൂടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ക്രൂശീകരണത്തിന്റെ സമയം 3rd hour to 6th hour എന്ന് പറയുന്നത് ക്രൂശീകരണത്തിൻ്റെതായിരിക്കും സമയം. നിങ്ങൾക്കറിയാം, തലേ രാത്രിയിൽ കർത്താവിനെ പിടിക്കുന്നു, മാറി മാറി പല കോടതികളിൽ കർത്താവിനെ വിസ്തരിക്കുന്നു. പിലാത്തോസ്, ആദ്യം ഹന്നാവ്, കയ്യാഫാവ്, അതിനുശേഷം പീലാത്തോസ്, പിന്നെ ഹെരോദാവ്, തിരിച്ച് പീലാത്തോസ്, പിന്നെ സന്നദ്രി സംഘം തുടങ്ങി, സന്നദ്രി സംഘം, ഹന്നാവ്, കയ്യാഫാവ്, ഇങ്ങനെ തുടങ്ങി 6-7 കോടതികളിൽ അവരുടെ നീതി അന്യായ കോടതികളിലെല്ലാം, അനീതി അന്യായ കോടതികളിലെല്ലാം കർത്താവിനെ വിധിച്ചിട്ടും കുറ്റമൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. രാത്രിയിൽ മുഴുവൻ ഇങ്ങനെ യൂദ രാത്രിയിൽ ഗെത്സമനെ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ യൂദ ഒറ്റി കൊടുക്കുകയും രാത്രി മുഴുവൻ വിസ്താരത്തിൽ കൊണ്ടുപോവുകയും പത്രോസിനോട് ഈ കോഴി കൂവുന്ന കാര്യമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനക്കണ്ണുകൊണ്ടൊന്ന് കാണണം. അപ്പൊ രാത്രി മുഴുവൻ, ഒരു രാത്രി മുഴുവൻ കർത്താവ് ഉറങ്ങാതെ നമുക്ക് വേണ്ടി പീഡാസഹനമാണ്. രാത്രിയിൽ ഉറക്കം കിട്ടിയിട്ടില്ല. അവൻ ഉറങ്ങാതെ പിറ്റേ ദിവസം കുരിശിക്കപ്പെടാനായിട്ട് പോവുക. അപ്പൊ അത് എപ്പോഴും നമ്മൾ ധ്യാനിക്കും. അൺസീസിങ് പ്രയർ എന്ന് പറയുന്നത് ഇതിങ്ങനെ ധ്യാനിക്കണം. കർത്താവിന്റെ രക്ഷണീയ പ്രവർത്തനങ്ങളെ പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്കും ഉറക്കമില്ലാതെ, അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ ഇത്ര ശക്തമായി പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ കർത്താവിനെ കൊണ്ടുവരികയാണ്. 3-ാം മണി നേരത്ത് അവനെ ഗോൽഗോഥായിലേക്കുള്ള യാത്രയും ക്രൂശീകരണത്തിന്റെ സമയമൊക്കെയാണ്. ഓക്കെ, ഇനി അത് കൂടാതെ ഈ 3-ാം മണിയുടെ മറ്റൊരു പ്രാധാന്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം നിങ്ങൾക്കറിയാം. പെന്തിക്കോസ്തി പെരുന്നാൾ കൂടി വന്നപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ഇരിക്കുന്ന സമയത്ത്, 120 പേരുടെ സംഘം ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിനെ കിട്ടി, അല്ലേ? അപ്പോ ഏത് സമയത്താണ് പരിശുദ്ധാത്മാവിനെ കിട്ടി? ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് ആ യാമം പറയുന്നുണ്ട്.
അപ്പോസ്തല പ്രവൃത്തി 2:15 ഇവര് വീഞ്ഞു കുടിച്ച് മത്തരാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് മറുപടി പറഞ്ഞ ഒരു കാര്യമാണ്. പെന്തിക്കോസ്തി പരിശുദ്ധാത്മാവിനെ കിട്ടി ഇവരിങ്ങനെ അന്യഭാഷകളിൽ സംസാരിക്കുകയും അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് പലരും പറഞ്ഞു, ഓ ഇവരെല്ലാം കള്ളു കുടിച്ചേച്ചാന്ന് പറഞ്ഞു. അന്ന് എന്താണ് പത്രോസ് പറഞ്ഞതെന്ന് വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 2:15. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളല്ലോ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അവർ മദ്യപിച്ചിട്ടല്ല അല്ലേ? എന്താ വാക്ക് മൊത്തം വായിച്ചേ? നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അത് തന്നെ പരിശുദ്ധാത്മാവ് കിട്ടിയത് കൊണ്ടാണെന്ന് പറഞ്ഞ് പറയാം. അതപ്പോ 3 മണി സമയത്ത് പിന്നീട് കർത്താവിന് ശേഷമുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായ സമയം. അതുകൊണ്ട് നമ്മൾ ഈ 3 മണിയിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, തിയോളജിക്കൽ, സ്പിരിച്വൽ ഇൻഫ്ലുവൻസസ് എല്ലാം ഉണ്ടായി. കർത്താവിന് ശേഷം ഉണ്ടായ ഒരു 3 മണിയുടെ സമയം കൂടി ഞാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഓർക്കണം. ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അതിന് മാത്രം ഉറച്ചു നിൽക്കുക, അങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി കാലാകാലങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പോറിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് അതെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. 51 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കരുതേ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ അതികർമ്മക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും എന്നാണ് പറയുന്നത്. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. നമ്മുടെ ഒരു പ്രശ്നം, ആ വാക്യം ഒന്ന് വായിച്ചേ, അത് 2-3 വാക്യങ്ങളൊന്ന് വായിച്ചതിന് മേളിലുള്ള 51 സങ്കീർത്തനത്തിലെ 10-ാം വാക്യം തോന്നല്ലേ? ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അപ്പൊ സ്ഥിരമായ ഒരു ആത്മാവ്. ഓക്കെ, അടുത്തത്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിന്റെ ചില വിശേഷണങ്ങൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിനെ കിട്ടി 3 മണി നേരമാണ്, അതിനെപ്പറ്റി ഞാൻ ഈ പറയുന്നത്. അപ്പൊ സ്ഥിരമായ ഒരു ആത്മാവ്, പരിശുദ്ധാത്മാവ്. അടുത്തത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ. മനസ്സൊരുക്കമുള്ള ആത്മാവ്. കണ്ടോ, ആത്മാവിനെ പറ്റി പറഞ്ഞ വിശേഷണങ്ങൾ അങ്ങ് കൂടി. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു, എത്ര കൊല്ലമായിട്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇത് ചിന്തിച്ചില്ലായിരുന്നു. എന്താ പണ്ട് പിന്നെ ഫിലിപ്പോസിനോട് അയാൾ പറഞ്ഞതുപോലെ ആരെങ്കിലും പൊരുൾ തിരിച്ച് അറിയാനില്ല, പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ അറിയുന്നതിന് എല്ലാം വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായ ഒരു ആത്മാവ്, പരിശുദ്ധാത്മാവ്, മനസ്സൊരുക്കമുള്ള ആത്മാവ്. ഓക്കെ, ബാക്കി വായിച്ചു. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. നമ്മൾ ഈ ഒത്തിരി പാപികളെ ഉപദേശിക്കുന്നുണ്ടല്ലോ, അവരാരും മനം തിരിയുന്നില്ലല്ലോ. നമ്മൾ എത്രയോ പാപികളെ ഉപദേശിക്കുന്നു, അവരാരും മനം തിരിയുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ഈ സംഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഏത് സംഭവം? മനസ്സൊരുക്കമുള്ള ആത്മാവും സ്ഥിരമായ ഒരു ആത്മാവും പരിശുദ്ധാത്മാവും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ കിട്ടണേ 3 മണി നമസ്കാരം നടത്തണമെന്ന് ചുരുക്കം. 9 മണി നമസ്കാരം, 3 മണി നമസ്കാരം നടത്തണമെന്ന് ചുരുക്കം. വെളുപ്പിനെയൊക്കെ പ്രാർത്ഥിക്കണം. ഇതേ ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പം നമ്മൾ കിടുങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദമായിട്ട് പറയുന്നില്ല. ഓക്കെ, മുന്നോട്ട് പോകാം നമുക്ക്. This is about 9 a.m. and is the hour when the Holy Spirit came down upon the apostles on Pentecost. We give thanks to God for this gift and ask He never deprive us of the fruits and graces of Spirit. We also commemorate the condemnation of Christ by Pilate. ഈ സമയത്ത് പീലാത്തോസ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുത്തതും ഒക്കെ പ്രത്യേകമായിട്ട് ഓർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രയറും ബേസിൽ ദ ഗ്രേറ്റിൻ്റെ പ്രയറും ഒക്കെ താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചാൽ മതി. അടുത്ത സ്ലൈഡ് പ്ലീസ്. സിക്സ്ത് അവർ പ്രയർ, മർക്കോസ് 15:33. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഈ ഉച്ചനമസ്കാരം നടത്തുന്ന സമയത്ത് നമ്മൾ മറയിടും. എന്ന് പറഞ്ഞാൽ മറ തുറക്കത്തില്ല, തിരിയും കത്തിക്കത്തില്ല. നിങ്ങൾക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച 6 മണി സമയമാകുമ്പം ഇതെല്ലാം കെടുത്തി വെക്കും അല്ലേ? എല്ലാം കെടുത്തും. എന്നിട്ട് 6 തൊട്ട് 9 വരെയുള്ള അത് നമ്മൾ ഈ ഒരർത്ഥത്തിൽ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്നുള്ള അർത്ഥം 3 മണിക്കൂർ സമയം
We rejoice in the infinite life of God and show our gratitude for through this event He wrote our salvation. അത് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നഗ്നത കാണാതിരിക്കാനായിട്ട് സൂര്യൻ പോലും കണ്ണടച്ചു എന്ന പിതാക്കന്മാർ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. കർത്താവിൻ്റെ നഗ്നത കാണാതിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഫോട്ടോയിൽ പിന്നെ അവൻ്റെ നഗ്നത അനാവൃതമാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കഷ്ണം തുണിയെങ്കിലും വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സത്യത്തിൽ അവനെ പെറ്റമ്മ താഴെ നിൽക്കുക. അപ്പോൾ ഇത്ര പീഡകളിലൂടെ നമ്മുടെ കർത്താവ് പോയത്. അവൻ്റെ ദേഹത്തൂടെ ചോരച്ചാലുകൾ ഒഴുകി, തലയിൽ മുൾക്കിരീടം, മുഖത്ത് തുപ്പൽ, കന്നത്തടി, കണ്ണും മുഖമൊന്നും കാണാൻ മേലാത്ത പോലെ ദേഹം മുഴുവൻ കീറി, അവൻ്റെ ചൂണ്ടക്കൊളുത്തുകൾ പോലെയുള്ള ഈ കഷ്ണങ്ങൾ കെട്ടിയ ചൂണ്ടക്കൊളുത്തുകൾ അവൻ്റെ ചാട്ടയിൽ കെട്ടി അവൻ്റെ ശരീരത്തേക്ക് കൊളുത്തി വലിച്ചു. അതിലൂടെ രക്തം ധാരധാരയായി ഒഴുകി. പ്രിയമുള്ളവരെ, ഈ പീഡാസഹനങ്ങളെല്ലാം കർത്താവ് ഏറ്റ് പിന്നെ സൂര്യൻ എങ്ങനെ അവനവിടെ പ്രകാശം കൊടുക്കാനായിട്ട് സാധിക്കില്ല. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം 3 മണിക്കൂർ ആ സമയത്താണ് ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ മൊഴികളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതാ ഉച്ച നമസ്കാരം നമ്മൾ നടത്തുന്നത് ആ ഒരു വലിയ പീഡാസഹനത്തെ ഓർത്തുകൊണ്ടാണ്. എൻ്റെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. അടുത്തത് 9 മണി നമസ്കാരം. മർക്കോസ് 15-ന്റെ 34-37 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. At the 9th hour, Jesus uttered a loud cry and breathed his last. നമ്മൾ വായിക്കും 9 മണി നേരത്തെ യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്തിയാനി എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ എലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ചൊരു ഓടക്കോലിന്മേലാക്കി, നിൽപ്പീൻ, എലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കം നിലവിളിച്ചു, പ്രാണനെ വിട്ടു. 9 മണി നേരത്തെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി പ്രാണനെ വിട്ട സമയമാണ് 9 മണി സമയം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ the time that Jesus died on the cross, it is when he promised his kingdom to the repentant thief. We give thanks singing hymns of these saving events. അതുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ മരിച്ചിട്ട് ചെയ്തതായ കാര്യം എന്നാ, പാതാളത്തിലേക്ക് പോയി അറിയിപ്പിൻ്റെ ശനിയാഴ്ച, നമ്മൾ ദുഃഖ ശനിയാഴ്ച എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെയല്ല, അറിയിപ്പിൻ്റെ ശനിയാഴ്ച, ഏവങ്കേലിയോൻ ഗോസ്പൽ സാറ്റർഡേ ആണ്. പാതാളത്തിലേക്ക് പോയി അവിടെയുള്ള ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു. 1 പത്രോസ് 3-19 മുതലുള്ള വാക്യം. ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം അനുസരിക്കാത്തവരെ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഹേദസിൽ, ഗേഹന്നായിൽ, ഷിയോളിലായിരുന്നവരോട് കർത്താവ് പ്രസംഗിച്ചു. സാത്താൻ അടിമകളാക്കി വെച്ചേക്കും അവരുടെ ആത്മാവിനെ വിട്ടുകൊടുക്കാതെ. യേശുക്രിസ്തു പോയി അവരോട് സുവിശേഷം അറിയിച്ചു. സാത്താന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്തു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. പണ്ടേയുള്ള രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? യഹോവ, യുദ്ധവീരനായിരിക്കുന്ന യഹോവ കിടക്കാനായിട്ട് വാതിലുകൾ തുറന്നു കൊടുത്തു. അതുകൊണ്ട് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. 1 Peter chapter 4 verse 6, 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യനൊത്തവണ്ണം വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവ് ആ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയും കൂടി നിർവഹിക്കുക. അതുകൊണ്ട് ഈ 9 മണി സമയം അവൻ മരിച്ചത് എന്തിനു വേണ്ടിയാ? ഈ വീണ്ടെടുപ്പ് ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറയുന്ന, ലോകത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി മരിച്ചവരുടെ ആത്മാക്കളെ മുഴുവൻ സാത്താന്റെ അടുക്കൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്കത് ഓർക്കാനായിട്ട് സാധിക്കണം. അന്ന് കർത്താവ് വീണ്ടെടുത്തു. ആ രക്ഷയുടെ അനുഭവം ഉണ്ടായി അവർക്ക്. അതിന് ശേഷമുള്ളവർക്ക് കർത്താവ് ഒരു മാർഗം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 വാക്യങ്ങൾ, 6:53 and 54. സെയിന്റ് ജോൺ, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിന്റെ ശരീര രക്തമുള്ള സംസർഗമാണ് ഈ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് ആവശ്യം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതൊക്കെ വലിയ പ്രയാസമായിട്ട് കരുതുന്നുണ്ടെങ്കിൽ ഇനിയും കർത്താവ് പാതാളത്തിൽ വന്ന് വീണ്ടെടുക്കുന്ന പരിപാടി ഇല്ല. അതിനുശേഷമുള്ളവർക്കെല്ലാം
വിശുദ്ധ കുർബാനയിലുള്ള അനുഭവമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വാങ്ങിപ്പോയവരെല്ലാം ഓർത്തുകൊണ്ട് വിശുദ്ധ കുർബാന ഇവരെ എല്ലാവരെയും ഓർക്കുക, എല്ലാവരും കൂടെ നിൽക്കുക. പിന്നെയോ സിയോൻ പർവ്വതത്തിനും എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. സമയം കഴിഞ്ഞു, 2 മിനിറ്റായെന്ന് എനിക്കറിയാം. ഈ വാക്യം കൂടെ വായിച്ച് നിർത്തുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 12 വേഴ്സ് നമ്പർ 20 ഓൺവേർഡ്സ്. പിന്നെയോ സിയോൻ പർവ്വതത്തിന് മുതൽ വായിക്കാം. ഒരു മൃഗമെങ്കിലും പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ വായിച്ചു ധൈര്യമായിട്ട് വായിക്കും. ദിവസം വായിക്കും, നല്ല ശക്തമായിട്ട് അങ്ങോട്ട് വായിക്കും. സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും ശക്തന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ രക്തത്തേക്കാൾ സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആരാധനയിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. ആരൊക്കെയാ ഉള്ളത്? പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായിരിക്കുന്ന 22 മുതലുള്ള വാക്യങ്ങളാ. 20 അല്ല 22. ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. അപ്പോ അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘം, പിന്നെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. ആരാ ആദിജാതന്മാർ? കർത്താവ് വീണ്ടെടുത്തവർ, കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ സംബന്ധിക്കുന്നവർ, സഭ, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. കണ്ടോ, ആത്മാക്കളുണ്ട്. അതുകൊണ്ട് നടുക്ക് പ്രത്യേകിച്ച് റെഡ് കാർപ്പറ്റ് ഇട്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന സ്ഥലം ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ദൈവാലയത്തിന്റെ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, കർത്താവിന്റെ ശരീര രക്തങ്ങൾ, അതിനടുക്കൽ എത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ യാമപ്രാർത്ഥനകളൊക്കെ നടത്തുന്നതെല്ലാം ഈ കാര്യങ്ങളെല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നമ്മെ പരിപൂർണമായിട്ട് ദൈവസനെ സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. തമ്പുരാനെ, ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന തിരിച്ചറിവിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം നൽകിയ നല്ല ദാനങ്ങൾ കർത്താവെ, പ്രത്യേകിച്ച് പിതാക്കന്മാർ ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളോട് പറഞ്ഞു. ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് പിതാക്കന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുക. അത് അനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. ഞങ്ങളെ ഓർത്തഡോക്സ് ആരാധനയുടെ അന്തസ്സത്ത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനകളെല്ലാം ഇടപെടാതെ ചൊല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ ഓരോ യാമത്തിലെയും പ്രാധാന്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി പരിജ്ഞാനത്തോടുകൂടി ഞങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും ഞങ്ങളെ സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ ക്ലാസ് എപ്പോ അറ്റൻഡ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ പഠിച്ച് we will have something to take back from that class always. ഓരോ നേരത്തെ പ്രാർത്ഥനയും അതിൻ്റെ അടിസ്ഥാനമായ സ്ക്രിപ്ചർ വേഴ്സസും അത് നമ്മുടെ ഡെയിലി പ്രേയേഴ്സിൽ ഉൾക്കൊള്ളിക്കാനായുള്ള കാരണങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ അച്ഛൻ പഠിപ്പിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. the primary purpose of the hours of prayer, you said that it is to praise and glorify God according to Revelations, and the reason we were created is to worship him without ceasing. പക്ഷെ നമ്മളിപ്പോ അതാണോ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോ അത് മാറ്റി വെച്ചേച്ച് ബാക്കി എല്ലാ കാര്യത്തിനാണ് സമയം കണ്ടെത്തുന്നത് അല്ലേ? You also taught how the theme created for each day of the week, from resurrection to crucifixion to the faithful departed, we know now that it is created intentionally to keep aside a time. We should meditate, reflect, and more importantly, develop a relationship with God. നമ്മുടെ ഓരോ സമയം ശ്വാസവും ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയും, ഇനിയെങ്കിലും കഴിയുമെന്ന് വിശ്വസിക്കാം. ഈ ക്ലാസ് കുറച്ചും കൂടെ അറിഞ്ഞത്, ബിക്കോസ് വി നോ അബൌട്ട് ഇറ്റ് മോർ.
on behalf of the diocese, I thank you so much, Acha, for taking this class up for us today. ഇത് നമുക്കൊരു continuation class കാണും. Next week again we are going to continue again with this class, the rest of the teachings. And special thank you to everyone who has joined here today. അച്ഛൻ പറഞ്ഞ പോലെ ഉറങ്ങുന്നതിന്റെ മുമ്പേ തലവണയിലും കിടക്കയിലും കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാം. Thank you once again and may God bless you all. Thank you. താങ്ക് യു ഷിനി. നമുക്ക് പ്രാർത്ഥിച്ചല്ലോ എങ്കിലും ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡു യു ഹാവ് എനി അതർ അനൗൺസ്മെന്റ്സ് ഓർ? No, അച്ഛ, ഈ ക്ലാസ് അടുത്ത ആഴ്ചയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അടുത്ത ആഴ്ചയും കൂടെ കാണുള്ളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ തന്നെ നോട്ട്സ് ക്വസ്റ്റ്യൻസ് എഴുതി ഷിനിയെ ഏൽപ്പിക്കാമെങ്കിൽ നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, അടുത്ത ആഴ്ച ഞാൻ ഇറ്റ് വിൽ ബി ഓപ്പൺ ടു ഓൾ ഓഫ് യു. ഞാൻ ഒത്തിരി എലാബറേറ്റഡ് ആയിട്ട് പോയി ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് മറുപടിയും കൂടെ പറയാം. കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അടുത്ത ആഴ്ചയിൽ ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. ഇതാ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഇന്ന് കവർ ചെയ്തെന്നാണ് എൻ്റെ വിചാരം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അവിടുത്തെ സ്നേഹേകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസ്കാരം ഞങ്ങളെല്ലാവരോടും MOVS പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ പഠനങ്ങളോടും ഇവിടെ നീക്കം സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. Thank you. Good night. Good night. Thank you. Good night. Thank you, Chin.